വിനിത വേണു, ഗുഡ് മോർണിംഗ്. പാക് പ്രധാനമന്ത്രി തന്നെ ഇന്ത്യ കൊടുത്ത തിരിച്ചടി, ആ പ്രഹരം ഞങ്ങൾ കേറ്റു, അതൊരു കനത്ത പ്രഹരമായിരുന്നു എന്ന് പറയുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടമുണ്ടായി എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. പുലർച്ചെ 2:30-ക്കാണ് സൈനിക മേധാവി ഈ ആക്രമണത്തെക്കുറിച്ച് എന്നെ അറിയിച്ചത് എന്നതാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. അതാണ് സുജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പുലർച്ചെ നടത്തിയ ആക്രമണം പാക് പ്രധാനമന്ത്രി ആ നിമിഷം തന്നെ അറിഞ്ഞിട്ടുണ്ട്. സൈനിക മേധാവി അസീം മുനീർ തന്നെ ഇക്കാര്യം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഏറ്റവും നിർണായകമായ കാര്യം, നമ്മൾ 600 ഡ്രോണുകൾ തകർത്തിട്ടു എന്ന് നമ്മൾ കൃത്യമായ നമ്പർ ഇന്ത്യ പറഞ്ഞില്ലെങ്കിൽ പോലും 600 ഡ്രോണുകൾ ഇന്ത്യ പാകിസ്ഥാന്റെ തകർത്തിട്ടു എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാനായത് 4 ഡ്രോണുകൾക്ക് മാത്രമാണെന്ന് കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടേതായ പ്രസ്താവന വരുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെയ് 10-ന് പുലർച്ചെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ, അതിൽ അല്ലെങ്കിൽ തിരിച്ചടികൾ, അതെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് എൻഐയുടെ വാക്കുകൾ കടമെടുത്താൽ റെയർ അക്നോളജ്മെന്റ്, ഒരുപക്ഷെ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അവരുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ, റാവൽപിണ്ടി, നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരിക്കുമ്പോൾ അത് ഏറെ നിർണായകമായി തന്നെ നമ്മൾ വിലയിരുത്തണം. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. മാത്രമല്ല, വീണ്ടും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുകൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ഏതായാലും സമാധാന ചർച്ചകൾ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി വീണ്ടും പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സുജയ, ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടി, അത് വ്യോമത്താവളങ്ങളിൽ ഉൾപ്പെടെ ഏറ്റ നഷ്ടം അവർ സ്ഥിരീകരിക്കുന്നു. അതായത് അടിച്ചയാളും പറയുന്നു വിനീത, അടി കൊണ്ടയാളും പറയുന്നു അടി കൊണ്ടു അല്ലെങ്കിൽ അടിച്ചു എന്നുള്ളത്. അപ്പോൾ ആ തിരിച്ചടി പാകിസ്ഥാൻ കൂടി സ്ഥിരീകരിക്കുകയാണ്. 600 ഡ്രോണുകൾ, തുർക്കിഷ് ഡ്രോണുകൾ അടക്കം ഇന്ത്യ തകർത്തു എന്നത് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളാണ് PR സുനിലും വിനിത വേണുവും നമുക്കൊപ്പം ചേർന്ന് പങ്കുവച്ചത്. നമുക്ക്